വെൽക്കം മക്കളെ. അപ്പൊ ഞാനും സോനും ഇത് നമ്മളെ അമ്മാതും ചെക്കന്മാരെല്ലാരും കൂടെ അങ്ങോട്ട് പോവായിരുന്നു. ഇവര് കുറെ ദിവസത്തേക്ക് എന്നോട് ഗപ്പിക്കുളം കാണിച്ചു തരാൻ പറയുന്നു. അപ്പൊ ഒന്നും നോക്കില്ല, അമ്മാതെ വല എടുത്തായിരുന്നു. അപ്പോൾ ഗപ്പിയാളെയും കുടിച്ചു കയറിയാണ്. ചെക്കന്മാരൊക്കെ ഫുള്ള് ഗപ്പിക്കുളം മൂടിലാണ്. അപ്പൊ ഒന്നും നോക്കിയില്ല, ഓലെ കൊണ്ട് ഞാൻ കുറച്ചായിട്ട് നടത്തിപ്പിച്ചു. നമ്മളൊരു ഹോബിയല്ലേ അത്, നടക്കാൻ മടിയില്ലോ നമ്മള് തോളിക്കായിട്ട്. ഏതായാലും അങ്ങനെ ഗപ്പിക്കുളം എത്തിക്കണേ. ഇവലൊക്കെ മീൻ പിടിച്ചാലേ തയ്യാറെടുപ്പിലാണ്. അപ്പൊ വലക്ക് കണ്ടാലും ഇപ്പൊ ആ കുളം ഫുള്ള് വറ്റിച്ചുള്ള തോന്നലാണ്. പിന്നെ ഞാൻ ഇറങ്ങി കൊടുത്തിട്ട് പിന്നെ ചാകര കിട്ടിയത് കണ്ടില്ലേ. ഗപ്പികൾ എന്തൊക്കെ ഗപ്പികളറിയും, നാടിന് ഫോറിന് ബിലാത്തി എല്ലാം ഉണ്ട്. എല്ലാത്തിനും പിടിച്ച് വെള്ളത്തിലിട്ടു. അപ്പൊ അതാ ഗപ്പിനെ കാണിച്ചതാണ്. നൈസേക്കാണ് വീണിക്കണം. ആരും അറിയാതെ ഓന്നെ അവിടെ അങ്ങോട്ട് ഇരുന്നു. പിന്നെ പറഞ്ഞു നിങ്ങൾ പിടിച്ചോളെ പറഞ്ഞു. ഓലെ ഏതായാലും പിടിച്ചാലേ തയ്യാറെടുപ്പില്ല. ഓരോ പിടിച്ചാലേക്ക് ഒരു മീനും കിട്ടിയില്ല. പിന്നെ ഏതായാലും ഇല്ല മീനായിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഞങ്ങൾ പോകുന്നത്. വണ്ടിയിൽ ആ ബക്കറ്റ് ഫുള്ള് ഗപ്പിയാണ്, പലതരത്തിലുള്ള ഗപ്പിയാണ്. എല്ലാറ്റിനും തൊളിച്ചങ്ങോട്ട് വണ്ടി കയറ്റി ഫുള്ള് അങ്ങോട്ട് സെറ്റപ്പ് ആക്കി. സന്ദീപം വരെ വണക്കം, ബൈ.